ബഹുമാന്യരായ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എൻ്റെ പ്രിയ പ്രേക്ഷകർ, മാതാപിതാക്കളെ, എൻ്റെ പേര് ബേബി മലശ്ശേരി. ഞാൻ സാമൂഹ്യ പ്രവർത്തകൻ. ഇന്ന് ക്രിസ്തീയ സമൂഹങ്ങളിൽ, പ്രത്യേകിച്ച് ബെന്തിക്കോസ്റ്റൽ വിഭാഗങ്ങളിൽ, ബെന്തിക്കോസ്തുകാരെ കുറ്റം പറയുകയല്ല, അതിന് നല്ലവരുണ്ട്, ദൈവഭക്തന്മാരുണ്ട്. എന്നാൽ ഭൂരിഭാഗവും ദൈവത്തിൽ നിന്നകന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവചനങ്ങൾ, സ്വന്തം ഇഷ്ടപ്രകാരം ആരാധനകൾ ഒക്കെ നടത്തുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായ സത്യമാണ്. ഇവിടെ നാം കാണുന്നത് മനുഷ്യൻ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പെരുപ്പിച്ച് കാണിക്കുക, പ്രസംഗിക്കുക, കൈയടിക്കുക, തലയിട്ടാട്ടുക, മറുഭാഷ പറയുക, എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് പോലും ഇവർക്ക് അറിഞ്ഞുകൂടും. നാട്ടിലെ, വീട്ടിലെ ചുറ്റുപാടുകളിൽ വ്യർത്ഥമായ ജീവിതം നയിച്ച് ഇല്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ആരാധനാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രവും ഹല്ലേലൂയയും പാട്ടുകളും തലകുലുക്കുകയും മറുഭാഷയും പറയുന്നത് എന്തോ ഒരു വിരോധാഭാസമാണ് എന്നുള്ളത് സാമാന്യ ജനവും മനസ്സിലാക്കേണ്ട കാര്യമാണ്. വേദപുസ്തകമൊന്ന്, ദൈവമൊന്ന്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇതിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ മറ്റ് സമുദായങ്ങൾ ദുഷിക്കുന്നതായ വ്യവസ്ഥാ രീതിയാണ് ഈ കൂട്ടർക്കുള്ളത്. അസൂയ, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഇതെല്ലാം ഇവരുടെ മുതൽക്കൂട്ടുകളാണ് എന്നുള്ളതും നാം ഓർത്തിരിക്കേണ്ട ആവശ്യമാണ്. വേദപുസ്തകവും എടുത്തുകൊണ്ട്, സത്യവേദപുസ്തകവും എടുത്തുകൊണ്ട് വഴിയോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കും. പക്ഷെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ള രക്ഷ എന്ന് പ്രസംഗിക്കുന്ന ഈ കൂട്ടർ വരുത്തി വയ്ക്കുന്ന, കാണിച്ചു കൂട്ടുന്ന തെറ്റുകൾ എന്തുമാത്രം വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇന്നലെ നമ്മളൊരു പാസ്റ്ററിൻ്റെ കാര്യം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവം അരുളി ചെയ്തു, അത് വാചകം ടേപ്പ് ചെയ്ത് ജനങ്ങളെ കേൾപ്പിക്കുക. ഹേ മനുഷ്യ, ഹേ പാസ്റ്ററെ, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുകയല്ല. അങ്ങനെ നിങ്ങൾ ദൈവവുമായിട്ട് യഥാർത്ഥത്തിൽ ബന്ധമുണ്ട് എങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കാലത്ത് ഈ കോവിഡ് വന്നപ്പോൾ എന്തുകൊണ്ട് അതിനെ വിലക്കിയില്ല? ലക്ഷോപലക്ഷം ജനങ്ങൾ രാജ്യത്ത് പട്ടിണിക്കാരായിട്ട്, പാവങ്ങളായിട്ട് ജീവിക്കുന്നു. അവർക്ക് പ്രോസ്പെരിറ്റി എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല? അവരുടെ കാശുകൾ നിങ്ങൾ വാങ്ങിക്കുകയല്ലേ ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ദൈവദാസൻ നിങ്ങൾക്ക് തന്ന 1 രൂപയല്ലേ? നിങ്ങൾ ജനങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നത് അവരുടെ 1 മാസത്തെ ശമ്പളം വാങ്ങിക്കുന്നു. ഒരു മനുഷ്യൻ ഈ ദൈവദാസന് 1 കോടി രൂപ നിങ്ങൾക്ക് തരാനില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുകയല്ല. സാധാരണപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുവാൻ കാണിക്കുന്ന ഓരോ തറവേലകളല്ലേ ഇത് എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കും, യാതൊരു സംശയവുമില്ല. അതുപോലെ ഇന്ത്യയിൽ, നമ്മുടെ കേരളക്കരയിൽ ധാരാളം സഭാ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഒരു കൂട്ടർക്ക് മറ്റൊരു കൂട്ടരെ കണ്ടുകൂടാ. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ സഹകരിക്കത്തില്ല. വിവാഹ കാര്യങ്ങൾ, മരണാനന്തര ക്രിയകൾ, മരണകാര്യങ്ങൾ ഒക്കെ വരുമ്പോൾ, സ്നാനങ്ങളൊക്കെ വരുമ്പോൾ അതിൽ പങ്കെടുക്കാതെ വേറിട്ട് നിന്ന് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതാണോ ക്രിസ്തീയ സമൂഹം? യേശു ക്രിസ്തു ഒരിക്കലും ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. യഹൂദ മതത്തിൽ കടന്നു വന്നു. യഹൂദന്മാരെ രക്ഷിക്കുവാനായിട്ട്, അവരെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിച്ചു, അതിനുവേണ്ടി പ്രവർത്തിച്ചു. താൻ ഒരിക്കലും ഒരു സഭ സ്ഥാപിച്ചതായിട്ടെങ്ങും കാണുന്നില്ല. അവരുടെ പള്ളികളിൽ ശനിയാഴ്ച തോറും പോകുമായിരുന്നു, പ്രസംഗിക്കുമായിരുന്നു. ഇന്നത്തെ ഈ വിഭാഗങ്ങൾ എന്താണ് ചെയ്യുന്നത്?
അവർ മാറി നിന്ന് അവരുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനങ്ങൾ നടത്തി, അവരുടെ ഇഷ്ടപ്രകാരം ആരാധനകൾ നടത്തി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് അവർ പറയുകയാണ്. ഒരു പൈസ പോലും പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാത്ത ദുഷ്ടൂരന്മാരായ ആളുകളാണ് ഭൂരിഭാഗവും എന്നുള്ളത് ഞാൻ തറപ്പിച്ച് പറയും. എന്നാൽ ഇതിനകത്ത് നല്ല ആൾക്കാരുണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കണം. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. എൻ്റെ പേര് ബേബി മലശ്ശേരി. താങ്ക് യു വെരി മച്ച്.